ശബരിമലയിലെ സ്വർണ്ണപ്പാളി പുറത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മാനുവലിന് വിരുദ്ധമാണെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കെ അനന്തഗോപന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി പത്മകുമാർ. തന്റെ കാലത്ത് എന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനം നടന്നോ എന്ന് അന്വേഷിക്കാം. അനന്തഗോപനെതിരെ ഗുരുതര ആരോപണങ്ങളും പത്മകുമാർ ഉന്നയിച്ചു. ദേവസ്വം മാനുവൽ ലംഘിച്ച് വിദേശയാത്ര നടത്തിയത് ആരാണെന്ന് പത്മകുമാർ ചോദിച്ചു. അതേസമയം ദേവസ്വം മുൻ പ്രസിഡന്റുമാർ തമ്മിലുള്ള തർക്കം അവരുടെ കാര്യമെന്നായിരുന്നു മന്ത്രി വി എൻ വാസവന്റെ പ്രതികരണം. 1999 ഈ വിജയമല്യ ശ്രീകോവിലടക്കം ബലിക്കൽപുരയടക്കം സ്വർണം പൂശുന്നത് ഇപ്പോഴാണ്. ഇതിൻ്റെ ശ്രീകോവിലിൻ്റെ മേൽവാശം ഞങ്ങൾ പൊളിച്ചു റിപ്പയർ നടത്തിയെന്ന് പറയുന്നത്, പൊളിച്ചെന്ന് പറഞ്ഞാൽ ഇളക്കി മാറ്റി റിപ്പയർ നടത്തിയെന്ന് പറയുന്ന അതുമെല്ലാം സ്വർണം പൂശിയതാണ്. മേൽക്കൂരയെല്ലാം സ്വർണം പൂശിയതാണ്. അപ്പോൾ ഈ 99 സ്വർണം പൂശിയപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം വിട്ടിട്ട് സ്വർണം പൂശാൻ ഇടയില്ല. സ്വർണം മുഴുവനായി അവിടെ പൂശിയിരുന്നുള്ളത് അത് കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും ബോധ്യമാവുന്ന കാര്യമാണ്. ശില്പങ്ങൾ ഉൾപ്പെടെ അത് ശില്പം മാറി നിന്നിരുന്നില്ല. സ്വർണം പൂശിയ പാളിയാവാം, പക്ഷെ അന്ന് ഞാൻ ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചുമതല ഏറ്റെടുക്കുമ്പം ആ സ്വർണം മുഴുവൻ പോയി നിൽക്കുന്ന ചെമ്പുപാളിയാണ്. ചെമ്പുപാളിയാണല്ലോ യഥാർത്ഥത്തിൽ. അത് അവർ തമ്മിലുള്ള പ്രശ്നമായി. അതെന്താ ഞാൻ കണ്ടില്ല. അറിയാതെ കാര്യം പറയും.